അപ്പൊ ഞാൻ പറഞ്ഞു എന്ന് ഓർമ്മയുണ്ടല്ലോ. എടാ അഡ്വഞ്ചർന്ന്. ഓ അത് എടാ എനിക്ക് അഡ്വഞ്ചർ ചെയ്യാൻ നീ മാത്രമേ ഉള്ളൂ ഇവിടെ കൂട്ടാ. അതിപ്പോ എനിക്കും അങ്ങനെ തന്നെയല്ലേ. അല്ലെന്ന് തിങ്കൾ മുതൽ വെള്ളി വരെ നീയല്ലേ എനിക്ക് കൂട്ടുള്ളൂ. അതോട് മാറ്ററിലേക്ക് വാ. അതായത് ഇവിടെ 4 വർഷം കഴിഞ്ഞ് നാട്ടിൽ വന്നു കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോ എനിക്ക് ഒരു എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് വേണ്ട എനിക്ക്. ഏത് നമുക്കൊരു പണയം. ഞാൻ നേരെ ഈ ബൈക്ക് കൊണ്ട് ആ പോസ്റ്റ് മേടിച്ച് കഴിയുമ്പോൾ എൻ്റെ തല പോയി അത് മേടിച്ച് പൊട്ടി ചോര ഒന്ന് പണ്ടാറിറക്കി എൻ്റെ മൂക്കിൻ്റെ പാലൊടിഞ്ഞ് അതെങ്ങനെ ഉണ്ടാവും? അത് വേണോ? നമ്മക്കൊന്നും പറ്റാണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും പറ്റുന്ന അഡ്വഞ്ചർ പോരെ. അത് മതിയല്ലേ? അത് മതി. നീ ഓർമ്മ ഇത് തീർന്നല്ലോ. എന്ത് ഒഴിയാണ് മയില് നീ ഒഴിക്കരുത്, നോക്കി ഒഴിക്കേണ്ടത്. സോറി ചേട്ടാ, പറയാതെ തട്ടി. കുഴപ്പമില്ല. പക്ഷെ ഒന്നും പറ്റിയില്ലേ? നിങ്ങൾക്കൊന്നും പറ്റിയില്ലോ? ഇല്ല എനിക്കൊന്നും പറ്റില്ല. ചേട്ടനൊന്നും പറ്റിയില്ല. എവിടെ നോക്കിയാ കൂട്ടുകാരാ വണ്ടി ഓടിക്കണേ? ശ്രദ്ധിക്കണ്ടേ? അത് പെട്ടെന്ന് ഞാൻ ഇതെന്ത് അത് പെട്ടെന്ന് നിങ്ങളൊക്കെ വിടരുന്ന കുട്ടികളല്ലേ. നാളെയുടെ വാഗ്ദാനങ്ങൾ നമ്മൾ ഈ ട്രാഫിക്കിന്റെ നിയമങ്ങളൊക്കെ ശ്രദ്ധിച്ച് വേണം വണ്ടി ഓടിക്കാൻ. മദ്യപിക്കുന്നതിന് ഞാൻ എതിരല്ല. ചെറുപ്പക്കാരാണ് ആവാം, നല്ലൊരു കാര്യം. പക്ഷെ ഈ റോഡിൽ കൂടി പോകുന്ന യാത്രക്കാർ ഉപദ്രവിക്കാതെ ശ്രദ്ധിക്കണം. കുഴപ്പമൊന്നുമില്ല. ഓക്കല്ലേ മക്കളെ? അല്ല, നിങ്ങൾ മദ്യപിച്ചിട്ടുണ്ട്. വണ്ടി ഇവിടെ ഇരിക്കട്ടെ, നാളെ വന്നിട്ടാ മതി. കുഴപ്പമില്ല. ആ ശരി, സൂക്ഷിച്ചൊക്കെ പോകട്ടോ. എന്ത് നല്ല മനുഷ്യൻ. സാധനം തീർന്നോണ്ട് അപ്പൊ ഇതേതായിരുന്നു? ഇത് ഞാൻ വേറെ മാറ്റി വെച്ചതാ, സ്വദേശി. അയ്യോ വെള്ളം വേണ്ടേ? ഒരു മാറ്റൂലേ? അടിച്ചോണ്ട് എന്തോ പോയിന്റ് ട്രെയിനിന്റെ നടക്കൂല. അപ്പോ ചെറിയൊരു അഡ്വഞ്ചർ ആവാലോ അല്ലേ? ആവാലോ. എന്നാ തള്ളിക്കോ. സൈഡിലേക്ക്, ഒരു സൈഡിലേക്കാണ് നീ പറ്റണ്ടോ തോന്നണേ. ഒരുമാതിരി വൃത്തിയായിട്ട് അഡ്വഞ്ചർ ആയിപ്പോയി. തള്ള മറക്കട്ടെ, ഈ വണ്ടി ആണെങ്കിൽ എത്തോട്ടും പോലെ. നീ അത് കണ്ട? അതാരാ മതിലിന്റെ മേളിൽ കയറുന്ന സീൻ കാണുന്ന? വൃത്തിയോടല്ലേ? അത് ഭാര്യ ഗേറ്റ് പൂട്ടി കിടന്നതാ. ഒരു സമയം കഴിഞ്ഞ എല്ലാ ഭാര്യമാരും അതുപോലെ ഗേറ്റ് പൂട്ടും. എനിക്ക് പല സ്ഥലത്ത് അനുഭവം ഉണ്ടായിട്ട് ഞാൻ പോകണ്ട. എന്ത് നല്ല മനുഷ്യനല്ലേ. നമുക്കൊന്ന് സഹായിച്ചാലോ? ഓക്കെ ആശിഷ് വരാൻ പ്ലീസ്. എന്നാ വാ. ഓക്കെ ഇന്നും ഭാര്യ ഗേറ്റ് പൂട്ടി അല്ലേ ചേട്ടാ? നേരത്തെ ഒക്കെ വരണ്ടേ? സ്വന്തം വീട് തന്നെയാണോ ചേട്ടാ? നീയൊക്കെ ചേട്ടൻ. അയ്യോ, നേരത്തെ ചേട്ടൻ ഒന്നും തരാൻ പറ്റിയില്ല. ഒരെണ്ണം തരട്ടെ. നേരത്തെ താൻ ഡ്രസ് അല്ലായിരുന്നല്ല. എടോ താൻ കള്ളനല്ലേ? എടോ അല്ലല്ലേ? ആരും നമ്മുടെ മറ്റേ കാശായിരുന്നു. എന്തിനാ ചേട്ടൻ അറിയണ? ചേട്ടൻ കള്ളനല്ലേ? അല്ലേ? അല്ല. അതെ അതെ. ഇട കള്ള. എന്റെ പൊന്നു മക്കളെ ഉപദ്രവിക്കല്ലേ, ഞാൻ പൊക്കോളാം. അയ്യോ ചേട്ടാ പോണ്ട, ഞങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്താൽ മതി. എന്ത് ചേട്ടാ, ഞങ്ങളൊരു അഡ്വഞ്ചർ തേടി ഇറങ്ങിയതാണ്. അപ്പൊ ചേട്ടന്റെ അഡ്വഞ്ചർ റോബറിക്ക് ഞങ്ങൾ 2 രൂപ കൊടുക്കും. എടാ നീയൊക്കെ പറ്റല്ലേ. കർത്താവെ കുരിശാലോ ഉമ്മാരെങ്ങനെ ഒഴിവാക്കും? ഞാൻ ഇവിടെ മോഷ്ടിക്കാൻ വന്നതല്ല. മോഷ്ടിക്കാൻ വന്നതല്ലേ? ഞാൻ ഇവിടെ പ്ലാൻ ചെയ്യും, എന്നിട്ട് നാളെ വരും, എന്നിട്ട് മോഷ്ടിക്കും. നാളെ വരുള്ളൂ. നനച്ച വണ്ടിയിൽ അതല്ല അതും വേണ്ട. അപ്പൊ നാളെ ഓക്കെ. കോൺസെൻട്രേഷൻ കളയല്ലേ. ഓക്കെടാ. അല്ല ബൈ പറഞ്ഞു ചേട്ടനെ. ചേട്ടാ പോട്ടെ. സൂക്ഷിച്ച ചേട്ടനെ.
ഇന്നിവിടെ തന്നെ. അങ്ങനെ വിട്ടാ പറ്റില്ല. വേണ്ട, ഫിംഗർ പ്രിന്റ്. ഇൽബ കറക്കരല്ലേ തന്നെ കാണാം. ഒരെണ്ണടിച്ചേ എന്നിട്ട് കയറിയേ. ശരിയാക്കി തരാടാ. ബ്ലഡി സ്റ്റാച്യൂസ്. ഒരുപാട് ദൂരം. നല്ല ഉറക്കവാ. എന്തെങ്കിലും കാണാതിരിക്കില്ല. മാല കൊള്ളാം. എന്താണ് അവിടെ? എടാ നീ എന്താ ഇവിടെ? കള്ളൻ. നീ എന്താ ഇവിടെ? നീ എങ്ങനെ അകത്തേറി? തൻ്റെ റൂട്ട് മാപ്പ് വെച്ച് തൻ്റെ റൂട്ട് മാപ്പ് വെച്ച് ഞാനും അവനും അകത്ത് കയറി. അവനാ ആ ചോദിച്ചിട്ടുണ്ട് കൂടെ. എന്തത്? എന്റെ ദൈവമേ, അവനെ അവിടെ പോയി കണ്ടുപിടിക്കാനാ. ലൈറ്റ് ഓഫ് ചെയ്യണം തെണ്ടി. ഓക്കെ, സ്വിച്ച് സ്വിച്ചല്ലടാ, ഫോൺ ഫോൺ. കൊല്ലിയാൻ ഫോൺ. ഇങ്ങോട്ടണിക്കടാ വവ്വാലെ. കഷ്ടാരം പിടിക്കാനായിട്ട് കൊല്ലി ഞാൻ. പാവം കഷ്ടപ്പെട്ടൊന്ന് മോട്ട് ജീവിക്കാനും സമ്മതിക്കില്ല. ഏത് നേരത്ത് കണ്ടുപിടിച്ചിട്ടുണ്ട് എന്റെ ഉടുപ്പിലേക്ക് തെണ്ടികൾ. അതിനെന്താ, കടവ് സെറ്റാക്കി തന്നില്ലേ? പോടാ നീർക്കാക്കെ. ഓക്കെ. ശവം ഉറങ്ങ നീ. സേഫല്ലേ? മിണ്ടായിരടാ പട്ടി. പുറത്തേക്ക് ഉണ്ടാവും. എന്റെ മുട്ടി
ഞങ്ങടല്ല ഇങ്ങോട്ട് കാണാൻ പറ്റും. എന്ത് മുടിഞ്ഞ വെയിറ്റ് ചാരിക്കണമേ. ശ്വാസം പോലും വിടുന്ന ശബ്ദം കേൾക്കരുത്. രണ്ടെണ്ണത്തിന്റെ കാര്യം. ഇത് ഉണക്കി തന്നിട്ട് പോയാ മതി രണ്ടെണ്ണം. എന്താണ് നോക്കണം? അടിച്ച് ഞാൻ ഇപ്പൊ വരാം. മിണ്ടാതിരിക്കണേടാ. അയ്യോ, എന്ത് നല്ല മനുഷ്യൻ. ഒരെണ്ണം കൊടുത്താലോ? അത് പുള്ളി പിന്നെ പെണ്ണ് കൊടുക്കാം. എന്നാലും എനിക്ക് അതല്ല, ഇത്രയും ഒച്ചയെടുത്തിട്ട് ഈ വീട്ടിൽ ആരും എണീറ്റില്ലല്ലോ. അണ്ടകടാഹം പോലെ ഒരു വീടും കെട്ടിട്ടിട്ട് ഒരു വണ്ട് പോലും ഇല്ല ഇതിനകത്ത്. തൊണ്ടറടങ്ങാൻ ഒന്നുമില്ലാത്ത വീട്ടിൽ എന്ത് ഫിംഗർ പ്രിന്റ്. ഇവന്മാരവിടെ പോയി. എൻ്റെ ദൈവമേ. സിഗരറ്റ് തെണ്ടികൾ. ഇതവനല്ലേ? എടാ, നിന്നോടൊക്കെ ഹാളിലിരിക്കാനല്ലേ പറഞ്ഞേ? ഒച്ചെടുക്കല്ലേ, അവരെണിക്കും. എടാ, നിനക്ക് ഇവിടെ നിന്ന് വല്ലതും കിട്ടിയാ? ലാമ്പ് കിട്ടിയിട്ടുണ്ട്. കോപ്പ്. മറ്റവനെവിടാ? ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നു. എവിടെയോ? എന്റെ കർത്താവ്, ഇനി അവനെവിടെ പോയി താപ്പാനാ? എനിക്ക് അറിഞ്ഞൂടാ. മിണ്ടരുത്. ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം. എന്റെ അമ്മൂമ്മയുടെ ലൈറ്റ് ഓഫ് ചെയ്യടാ. കഴിവേറിനെ കാണുന്നില്ലല്ലോ. ഭാഗ്യം, ഇതിലും ഇനി ചത്തിട്ടില്ല. അവനെ ഞാൻ കണ്ടുപിടിച്ച്. എവിടെ? കണ്ടാ? ഇതവനാണോ? വിളിച്ചെടുപ്പിക്കണോ? അയ്യോ, ഒച്ച ഉണ്ടാക്കിയ ഒച്ചെടുക്കില്ല, ഞാൻ വിളിച്ചോളാം. ഇനി ഇവിടെ നിൽക്കരുത്, എത്രയും പെട്ടെന്ന് പോവാം. വാ, കുഴപ്പമാ. അപ്പൊ മോഷ്ടിക്കണ്ടേ? അതിന് ഇവിടെ ഒരു കോപ്പമില്ല. കൂടുതൽ കുഴപ്പമാണ്. പോവാം, വാ. പോലെ ഇതിന്റെ അകത്ത് എന്തോ ഉണ്ട്. എനിക്കിത് തുറക്കാൻ പറ്റണില്ല. എനിക്ക് തോന്നുന്നുണ്ടല്ലോ ഇതിനകത്ത് മുഴുവൻ പണ്ടവും പണവുമാണെന്ന്. പക്ഷെ ഇതെങ്ങനെ തുറക്കും? അത് ചോദ്യം. ഒരലമാര പോലും തുറക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ എന്ത് കള്ളനാടാ? എന്ത് കള്ളനാ? അപ്പൊ തുടങ്ങല്ലേ? തുടങ്ങാം. 6 നമുക്കിപ്പോഴേ ഇതിൽ നിന്നൊരു 3 ബാഗ് നിറച്ച് സ്വർണം കിട്ടുകയാണെങ്കിൽ അതിന് 3 ബാഗ് വീതം വെക്കാൻ പോലെ. ഓ, ബിസിനസ്. ശരിയാവില്ല, നമുക്ക് പോവാം. എങ്ങനെയെങ്കിലും പിടിയടാ. ഇത് എത്രാമത്തെ കുത്തിയടാ? ഒന്ന് നടക്കും.
ദേ നമ്മളും ബന്ധമൊക്കെ തീർന്നു. സന്തോഷം. ഓക്കെ. ദേ അകത്ത് ഞാൻ കള്ളൻ, പുറത്ത് ഞാൻ മാന്യൻ. ഓക്കെ, നീ കേതറ പുള്ളി പറഞ്ഞാലും കാര്യമുണ്ട്. നീങ്ങണില്ലല്ലോ അത് വെയിറ്റ് കൂടിയിട്ടാ. അയ്യമ്പള്ളി പഞ്ചായത്തിലെ 3ാമത്തെ വീട് ഇത് തന്നെ. അത് ഞാനല്ല, എന്റെ പൈസ പറ. പൈസ ചോദ്യന്മാരെ എത്തേണ്ടികളെ നേരം വെളുത്ത് ബാഗ് തുറന്നു ഞാനും കണ്ടു ഇതൊക്കെ തന്നെയാ. അതാ നേരെ ഇങ്ങോട്ട് വന്നത്. ദേ എന്തായാലും ഒരു കാര്യം ഉറപ്പാ, എന്തായാലും പിടിക്കപ്പെടും. നീയും ഞാനും ഇവനും ഒക്കെ പിടിക്കപ്പെടും. എങ്ങനെ? എന്ത് ചെയ്യേണ്ട കർത്താവേ? ചേട്ടനിങ്ങനെ ടെൻഷൻ അടിക്കില്ലേ? നമുക്ക് എന്താ നടന്നെന്ന് ആദ്യം അറിയണ്ടേ? നമുക്ക് ഒരു സ്ഥലം വരെ പോവാം. എങ്ങട്? അല്ല, ഒരു സ്ഥലം വരെ പോവാം. ഒന്ന് എനിക്ക് വാടാ. വരുമല്ലേ? ഇതെന്ത് ഇങ്ങനെ? ഇത് നമ്മൾ ഇന്നലെ വന്ന വീടല്ലായിരുന്നു. അതേന്ന് ഞാൻ കണ്ടല്ലേ. പക്ഷെ ഇന്നലെ ഇങ്ങനെ അല്ലായിരുന്നല്ലോ. ഒറ്റ ദിവസം കൊണ്ട് കാട് പിടിച്ചത്. വാങ്ങാനാണോ വീടേ? ഈ വീട്ടിലാരുടെ താമസം? ഈ വീട്ടിലാ? ഈ വീട്ടില് 3 വർഷം മുമ്പ് 2 ചേച്ചിമാരെ വെട്ടിക്കൊന്ന. ആ ബാൽക്കണിയിലാ ബോഡി കിടന്നു. കളിക്കാൻ